എനിക്ക് വീട്ടിൽ നിന്ന് ബോറടിച്ചു. മമ്മി എനിക്കൊരു ആനയുടെ കഥ പറഞ്ഞു തരാമോ? പ്ലീസ് മമ്മി. തീർച്ചയായും ഞാൻ മോൾക്കൊരു കഥ പറഞ്ഞു തരാം. മോൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത്, ഒരു ദിവസം ഒരു ആന തൻ്റെ സുഹൃത്തുക്കളെ തേടി കാട്ടിൽ അലഞ്ഞു. അപ്പോൾ ആന ഒരു കുരങ്ങനെ കണ്ടു. താൻ എൻ്റെ സുഹൃത്തായിരിക്കുമോ? ആന ചോദിച്ചു. നീ വളരെ വലുതാണ്. നിനക്ക് ഞങ്ങളെപ്പോലെ മരങ്ങളിൽ ആടാൻ കഴിയില്ല. കുരങ്ങൻ മറുപടി പറഞ്ഞു. അടുത്തതായി ആന ഒരു മുയലിനെ കണ്ടുമുട്ടി. മുയലിനോട് സുഹൃത്തുക്കളാകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ മുയൽ പറഞ്ഞു, നീ വളരെ വലുതാണ്. നിനക്ക് എൻ്റെ മാളത്തിൽ കളിക്കാൻ കഴിയില്ല. അടുത്തതായി ആന ഒരു തവളയെ കണ്ടുമുട്ടി. അപ്പോൾ തവള പറഞ്ഞു, നിങ്ങൾ വളരെ വലുതായതിനാൽ എന്നെ പോലെ ചാടാൻ കഴിയില്ല. ആനയാകട്ടെ അസ്വസ്ഥനായി. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുറുക്കനെയും കണ്ടുമുട്ടി. സോറി, നിങ്ങൾ വളരെ വലുതാണ്. നിങ്ങൾക്ക് എൻ്റെ കൂടെ കളിക്കാൻ കഴിയില്ല. ആനയാകട്ടെ ആകെ വിഷമത്തിലായി. അടുത്ത ദിവസം കാട്ടിലെ മൃഗങ്ങളെല്ലാം പേടിച്ചോടുന്നത് ആന കണ്ടു. നിങ്ങളെന്തിനാ എല്ലാവരും ഇങ്ങനെ പേടിച്ചോടുന്നത്? ആന ചോദിച്ചു. ഓടുന്നിടയിൽ ഒരു കരടി പറഞ്ഞു, ഇവിടെ ഒരു കടുവ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും അവൻ കൊല്ലും. നമ്മൾ ഭയന്നോടുകയാണ്. നീയും വേണമെങ്കിൽ ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. ഇവിടെ അടുത്ത് ചേർന്നു. പ്ലീസ്, ദയവ് ചെയ്ത് നിങ്ങൾ മൃഗങ്ങളെ ഉപദ്രവിക്കരുത്. നിങ്ങൾ അവരെ വെറുതെ വിടണം. താൻ വേണമെങ്കിൽ തൻ്റെ കാര്യം നോക്ക്. ആ കടുവ അലറി. ആന തൻ്റെ കാൽ കൊണ്ട് കടുവയെ ചവിട്ടി. കടുവയാട്ടെ ജീവനും കൊണ്ട് പേടിച്ചോടി. ഈ സന്തോഷ വാർത്ത ആന തൻ്റെ സുഹൃത്തുക്കളായവരോട് അറിയിച്ചു. കാട്ടിലെ മൃഗങ്ങൾക്കെല്ലാവർക്കും സന്തോഷമായി. താങ്കളെ ഞങ്ങളുടെ സുഹൃത്തുക്കളാക്കും. താങ്കൾക്ക് ഞങ്ങളുടെ സുഹൃത്തുക്കളാനുള്ള വലിപ്പമുണ്ട്. വലിപ്പത്തിലുള്ള കാര്യം, ഹൃദയത്തിലാണ് വലിപ്പം വേണ്ടത്. കാട്ടിലെ മൃഗങ്ങളെല്ലാം ആനയോട് നന്ദി പറഞ്ഞു. അവർ ആനയെ തങ്ങളുടെ സുഹൃത്തുക്കളാക്കി കാട്ടിൽ ജീവിച്ചു. നിങ്ങളെന്തിനാ എല്ലാവരും ഇങ്ങനെ പേടിച്ചോടുന്നത്? ആന ചോദിച്ചു.